മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മുൻപൊരിക്കൽ പറഞ്ഞൊരാശയമാണോ എന്നറിയില്ല, എന്നിരുന്നാലും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ. ജീവിത ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവർത്തിക്കുക എന്നത് തന്നെയാണ് ആ ലക്ഷ്യം നേടുന്നതിൻ്റെ ആത്യന്തിക രഹസ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ആവർത്തനമായാൽ പോലും അത് നല്ലത് തന്നെ. അത് ഇത്രയുമേ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ച ആശയം. സാമ്പത്തിക ജീവിതം ചതുരംഗം കളിയോട് ഉപമിച്ചാൽ ദീർഘവീക്ഷണമുള്ളവർ വിജയിക്കുന്നു. അത് എല്ലാവരും ആഴത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്നത്, അത് ആരുടെ തന്നെ ആകട്ടെ, ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്നത് അദ്ദേഹം ഇന്നലെ എടുത്ത തീരുമാനത്തിൻ്റെയോ കഴിഞ്ഞ ആഴ്ച എടുത്ത തീരുമാനത്തിൻ്റെയോ കഴിഞ്ഞ മാസമോ 3 മാസം മുൻപോ 4 മാസം മുൻപോ 6 മാസം മുൻപോ ഒരു വർഷമോ പോലും മുൻപെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിരിക്കണമെന്നില്ല. വർഷങ്ങൾക്ക് മുൻപെടുത്ത തീരുമാനത്തിൻ്റെയും അന്നെടുത്ത റിസ്കിൻ്റെയും തീരുമാനങ്ങളുടെയും അന്നെടുത്ത ഒരു മാനസിക വ്യാപാരങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന 90% ധനികരല്ലാത്ത മനുഷ്യരുടെയും ഒരു വലിയ അബദ്ധം എന്തെന്നാൽ അവർ ഒരിക്കലും ദീർഘവീക്ഷണത്തോടെയല്ല കാര്യങ്ങളെ കാണുന്നത്. അടുത്ത വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം എൻ്റെ സാമ്പത്തിക നില എന്തായിരിക്കണം, എൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണം, എൻ്റെ സാമ്പത്തിക സ്റ്റാറ്റസ് എന്തായിരിക്കണം, എൻ്റെ സെറ്റപ്പ് എന്തായിരിക്കണം എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെയല്ല ഇന്നത്തെ കാര്യം എങ്ങനെ നടപ്പാക്കാം, അടുത്ത ആഴ്ചത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, അതിനടുത്ത ആഴ്ചത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ആ ചിന്തകളിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, നാളത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, അടുത്ത ആഴ്ചത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, അവിടെ എപ്പോഴും ആ ഒരു പരിഹാരങ്ങൾ തന്നെയാണ്. മുൻപോട്ട് പോകുമ്പോഴും അടുത്ത മാസവും ഇന്നത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം, അടുത്ത ആഴ്ചത്തെ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം. ഏതായാലും ആ ഒരു എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും ഏതായാലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെങ്കിലും, അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളെങ്കിലും ഏതായാലും കഷ്ടപ്പാടുകളിലും പ്രോബ്ലങ്ങളിലുമാണ്. എങ്കിൽ ആ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ട് തന്നെ എന്തായാലും ആ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെയാണ് ആ ദീർഘവീക്ഷണം എന്നുള്ള ആ വജ്രായുധം ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഇതിങ്ങനെ പോകട്ടെ, ഇതിങ്ങനെ പോകുന്നു, അങ്ങനെയെങ്കിൽ ഇനി ഒരു വർഷത്തിനപ്പുറം, ഒരു 3 വർഷത്തിനപ്പുറം, ഒരു 5ാം വർഷം സെറ്റപ്പ് ആകുവാൻ വേണ്ടി ആ പ്രോബ്ലം, ആ ഒരു കഷ്ടപ്പാട് ഞാനിപ്പോൾ ഏറ്റെടുക്കുന്നു എന്നുള്ള ചിന്തയോടെ ഒരു കഷ്ടപ്പാടായി കണക്കാക്കേണ്ടത് ആവശ്യകതയില്ല. വളരെ ഇനി അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ പോലും ഇപ്പോൾ കഷ്ടപ്പെട്ടാൽ അന്ന് ലക്ഷറി ലൈഫ്, ആനന്ദകരമായ ആർഭാടകരമായ, ഇനി ആർഭാടം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ പോലും വളരെ മാന്യമായ പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ള ആ ദീർഘവീക്ഷണത്തോടെ ഏതായാലും ഒന്നുകൂടെ ചിന്തിക്കുക. കഴിഞ്ഞ ഒരു മാസം മുമ്പോ 2 മാസം മുൻപോ എടുത്ത തീരുമാനങ്ങളുടെ ഫലമല്ല ഇപ്പോഴത്തെ സാമ്പത്തിക നില എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വർഷങ്ങൾക്ക് മുൻപ് എടുത്ത തീരുമാനമാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമാണ് ഇനി വർഷങ്ങൾക്കപ്പുറം നാം ഫേസ് ചെയ്യുന്ന സാമ്പത്തിക നില എന്ന് ഉള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ മൂവ് ചെയ്യുമ്പോഴാണ്, ചലിക്കുമ്പോഴാണ്, നീക്കുപോക്കുകൾ നടത്തുമ്പോഴാണ് ഒരാൾക്ക് സാമ്പത്തിക നില ഭദ്രമാക്കാൻ കഴിയുക. എന്തായാലും ഒരു കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അടുത്ത ആഴ്ചത്തെ പ്രോബ്ലം, അടുത്ത ദിവസങ്ങളിലെ പ്രോബ്ലം പരിഹരിക്കുന്നതിന് പകരം ആ ദീർഘവീക്ഷണത്തോടെ പ്രോബ്ലങ്ങൾ ദീർഘവീക്ഷണത്തോടെ ആ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തുന്നവരിൽ അടുത്ത കാലത്ത് ഉള്ള പ്രോബ്ലങ്ങൾക്കും തൊട്ടടുത്ത് വരുന്ന പ്രോബ്ലങ്ങൾക്കും പരിഹാരമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ അന്നന്നത്തെ പ്രോബ്ലങ്ങൾ മാത്രം പരിഹരിച്ചു പോകുമ്പോഴാണ് എന്നും അത് തന്നെ മുന്നിൽ വരുന്നത്. ദീർഘവീക്ഷണത്തോടെ പ്രോബ്ലങ്ങൾ പരിഹാരമല്ല, ദീർഘവീക്ഷണത്തോടെ ആ ഒരു വലിയ സാമ്പത്തിക നിലയിലേക്ക് ഉയരുവാനുള്ള നീക്കുപോക്കുകൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയാണെങ്കിലും സ്ട്രഗിളോടെ ആണെങ്കിൽ പോലും നീക്കുപോക്കുകൾ നടത്തുമ്പോൾ അടുത്തുള്ള കാര്യങ്ങൾക്കും പരിഹാരം ഓട്ടോമാറ്റിക്കലി ആവുകയും ചെയ്യുമെന്നുള്ളതാണ് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഏതായാലും സാമ്പത്തിക ജീവിതം ചതുരംഗം കളിയോട് ഉപമിച്ചാൽ ദീർഘവീക്ഷണമുള്ളവർ വിജയിക്കുന്നു എന്നുള്ളത് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ആഴത്തിൽ ചിന്തിക്കുക, വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പാക്കുക, എങ്ങനെ 10 കാശുണ്ടാക്കാം എന്നുള്ള ചിന്ത തന്നെ അവിടെ ഇപ്പോഴും അത് നിങ്ങൾക്കിപ്പം അത് രൂഢമൂലമാകുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും പണമില്ല എങ്കിൽ കാര്യമില്ല, മറ്റെന്തെല്ലാം ഇല്ലെങ്കിലും പണമുണ്ടെങ്കിൽ കാര്യമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധത്തോടെ 10 കാശ് എങ്ങനെ ഉണ്ടാക്കാം, ഒരുപക്ഷെ ഇപ്പോഴുള്ള വരുമാന മാർഗം അതിന് സഫീഷ്യൻ്റ് അല്ല എങ്കിൽ അതിൽ തന്നെ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിൽ തന്നെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തീർത്തുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അടുത്തൊരു മാർഗ്ഗം എങ്ങനെയാണ് കുറച്ചുകൂടെ വരുമാനം കണ്ടെത്താനുള്ള മറ്റൊരു മാർഗ്ഗം കണ്ടെത്താൻ കഴിയുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ചിന്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കണ്ണും കാതും ചുറ്റുവട്ടത്തോടിക്കുക. അപ്പോൾ നമുക്ക് പല കാഴ്ചകളും കാണാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള ടൈം, മണി, എഫർട്ട്, റിസ്ക് എടുക്കുക. ഇനി പലപ്പോഴും മണി ഇല്ലെങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ പല മേഖലകളിലൂടെയും നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയും. അത് നിരാശാബോധത്തോടെയോ സങ്കടങ്ങളോടെയോ ദുഃഖങ്ങളോടെയോ അല്ലാതെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ആ ഒരു മണി മേക്കിങ്ങിനായി ചിന്തിക്കുന്ന സമയമെങ്കിലും പ്രായോഗിക ബുദ്ധിയോടെ എങ്ങനെ 10 കാശുണ്ടാക്കാം, ഇപ്പോഴുള്ള മേഖലയിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതല്ലെങ്കിൽ ഒരു അഡീഷണൽ 1-2 മാർഗ്ഗങ്ങൾ കൂടെ സാധിക്കുന്ന ഒരു മാർഗ്ഗമെങ്കിലും ഒരു സാച്ചുറേഷൻ, ഒരു അതിർവരമ്പില്ലാതെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖല എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ചിന്തയോടെ ലോകത്തേക്ക് കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് 100 കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും.
അതിലേറ്റവും യോജിച്ചതും സാമ്പത്തിക സാധ്യതയുള്ള മേഖലയും തിരഞ്ഞെടുക്കുകയും അതല്ലെങ്കിൽ ഇപ്പോഴുള്ള മേഖല തന്നെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണപ്രവാഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അത് ഓരോ വ്യക്തികളുടെയും ഓരോ മനുഷ്യരുടെയും ഏറ്റവും ന്യായമായ അവകാശമാണ്, അർഹതയാണ്. അത് നിങ്ങൾക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം എന്നെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്ന് ലഭിക്കട്ടെ.